അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പിന്നെ ഞങ്ങളുടെ സമുദായത്തെ ಬಗ್ಗೆ ಭಾರಿ ಬೇಜಾರಾയിട്ടുണ്ട്. വേറെന്തുമല്ല, എന്ത് ചർച്ചങ്ങ ഇന്നെങ്കിലും ബഹിರಂಗ ചർച്ചങ്ങ അതേ ಬೇನ್ಮಾಯ ಕಣಿಕത്തെ ഒരു ചർച്ചങ്ങ എന്തും നടക്കില്ല. ചർച്ചങ്ങ നടന്നിട്ട് അതിൽ പരിണാമം കിട്ടില്ല. വെറും ബഹിರಂಗ സോഷ്യൽ മീഡിയ ചർച്ചങ്ങ മാത്രം നടക്കണേ. ഇപ്പോൾ പ്രസന്റ് ചർച്ചകളെ ಬಗ್ಗೆ നോക്കണമെങ്കിലും ഇപ്പോൾ ഞങ്ങളെ സഭാധ്യക്ഷൻ യുട്ടിക്കാതെ അയാള് ഒരു 1001 ಅಥವಾ 1,00,000 ಹುದ್ದೆ അയാൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനെങ്കിലും അയാൾ ഫ്രീ ആയിട്ടുണ്ട്, പേഴ്സണലായിട്ട് പോയിട്ട് ചർച്ച ആക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യം നടക്കാണ്ട് ഇന്നത് കൊണ്ടായിട്ടിക്കൂ അയാൾ അത്രയും ഒരു ഇല്ലെങ്കിൽ താഴ്മ വിട്ടു പോകേണ്ടയാളല്ല അയാൾ. ഏതേ സമയത്തിലും താഴ്മ കൈവിട്ടു പോകേണ്ട എനിക്കത്തെ ആളല്ല. അപ്പോൾ അയാൾ എന്തിനെങ്കിലും അയാൾക്ക് പലക്കറിയെങ്കിലും അയാൾ ഫ്രീ ആയിട്ടുണ്ട്. അയാൾ ആരും എന്താക്കില്ല, ഡിനാക്കില്ല, തിരസ്ಕಾರ ಹಾಕಿಲ್ಲ. ಎಲ್ಲರೊಟ್ಟಿಗೂ ಮುಕ್ತಮಾയിട്ട് ಪಲಕಾಡ എനിക്കത്തെ ഒരു മനസ്ഥിതി അയാളൊട്ടിಗೂ നല്ല ഒരു നിലക്ക് പേഴ്സണലായിട്ട് പോയിട്ട് പലക്കരെ എന്ത് സമസ്യ ഉണ്ടെങ്കിലും എങ്ങനത്തെ സമസ്യ ഉണ്ടെങ്കിലും പോയിട്ട് മുക്തമായിട്ട് അയാളുടെ പലക്കറിയാം. അത് നല്ലൊരു വിഷയമായിട്ട് മാത്രമല്ല, ഞങ്ങളെ അയാളെ ಬಗ್ಗೆ അല്ല, അയാൾക്കുണ്ടല്ല, ഞങ്ങളുടെ സമുദായത്തിൽ എല്ലാവരും അങ്ങനെ ഒരു ഉന്നത ഒരു സ്ഥാനത്തേക്ക് ബണ്ടാരണ്ട് ചൊല്ലുമ്പോൾ സമസ്യങ്ങൾ ഉള്ളമേ ഞങ്ങളെ ഉൾക്ക. അതുകൊണ്ട് ഞങ്ങളെ ഉൾക്ക ഞങ്ങൾ കച്ചാടയിൽ ഭാരി ഉഷാറുള്ള വലിയ ഒരു 3 ಅಕ್ಷರത്തെ ಮೈಕಾಲ್ತ ಓರ್ತ ಅವನ ಹಾಕಡೆ ಅಬತ್ತಾರ ಕಂಡ್ರೆ ಅವನ ಬಗ್ಗೆ ഒരു പലക്കരേക്കും ആരും തയ്യാറില്ല. ബ്രഹ്മാവർത്തതിരുമേ മുസ്ലിമുകളെ മേലെ എത്തി കെട്ടിയോണ്ടുള്ള ഇനിയിപ്പോ പുത്തൂരതും മുസ്ലിങ്ങളെ മേലുമേ എത്തിക്കിട്ടണാണ്ട് എന്ന ഡൗട്ട് ഉണ്ട്. അത്ര മുണ്ടുണ്ടെങ്കിലും അവന്റെ ಬಗ್ಗೆ പലക്കരേക്കും താക്കത്ത് കാട്ടാൻ എനിക്കത്തെങ്ങ ആരുമില്ല. ഇതെല്ലാം തന്നെ ചിന്തന കൂടെ എനിക്കത് വിഷയമായിട്ട് അല്ലേ ഉസ്താദ്മാരെ. ഇതായിട്ട് അല്ലാഹു ഖൈറാക്കട്ടെ. ബഹിರಂಗ ചർച്ചകളെ സവാലുകളെ അവസാനിപ്പിച്ചിട്ട് എല്ലാവരും ഒന്ന് ചർച്ച ഇന്നെങ്കിലും അത് എന്താക്കൊരു അത് പേഴ്സണലായിട്ട് പോയിട്ട് മീറ്റായിട്ട് പലക്കറിഞ്ഞിട്ട് പരിഹാരമാക്കിയോളൂ. അത് നല്ല തെരുവായിട്ടിക്കട്ടെ, ഉമ്മത്ത് ഒരു ഇസ്സത്തായിട്ടിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പിന്നെ ഞങ്ങളുടെ സമുദായത്തെ ಬಗ್ಗೆ ಭಾರಿ ಬೇಜಾರಾയിട്ടുണ്ട്. വേറെന്തുമല്ല, എന്ത് ചർച്ചങ്ങ ഇന്നെങ്കിലും ബഹിರಂಗ ചർച്ചങ്ങ അതേ ಬೇನ್ಮಾಯ ಕಣಿಕത്തെ ഒരു ചർച്ചങ്ങ എന്തും നടക്കില്ല. ചർച്ചങ്ങ നടന്നിട്ട് അതിൽ പരിണാമം കിട്ടില്ല. വെറും ബഹിರಂಗ സോഷ്യൽ മീഡിയ ചർച്ചങ്ങ മാത്രം നടക്കണേ. ഇപ്പോൾ പ്രസന്റ് ചർച്ചകളെ ಬಗ್ಗೆ നോക്കണമെങ്കിലും ഇപ്പോൾ ഞങ്ങളെ സഭാധ്യക്ഷൻ യുട്ടിക്കാതെ അയാൾ ഒരു 1001 ಅಥವಾ 1,00,000 ಹುದ್ದೆ അയാൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനെങ്കിലും അയാൾ ഫ്രീ ആയിട്ടുണ്ട്, പേഴ്സണലായിട്ട് പോയിട്ട് ചർച്ച ആക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യം നടക്കാണ്ട് ഇന്നത് കൊണ്ടായിട്ടിക്കൂ അയാൾ അത്രയും ഒരു ഇല്ലെങ്കിൽ താഴ്മ വിട്ടു പോകേണ്ടയാളല്ല അയാൾ. ഏതേ സമയത്തിലും താഴ്മ കൈവിട്ടു പോകേണ്ട എനിക്കത്തെ ആളല്ല. അപ്പോൾ അയാൾ എന്തിനെങ്കിലും അയാൾക്ക് പലക്കറിയെങ്കിലും അയാൾ ഫ്രീ ആയിട്ടുണ്ട്. അയാൾ ആരും എന്താക്കില്ല, ഡിനാക്കില്ല, തിരസ്ಕಾರ ಹಾಕಿಲ್ಲ. ಎಲ್ಲರೊಟ್ಟಿಗೂ ಮುಕ್ತಮಾയിട്ട് ಪಲಕಾಡ എനിക്കത്തെ ഒരു മനസ്ഥിതി അയാളൊട്ടിಗೂ നല്ല ഒരു നിലക്ക് പേഴ്സണലായിട്ട് പോയിട്ട് പലക്കരെ എന്ത് സമസ്യ ഉണ്ടെങ്കിലും എങ്ങനത്തെ സമസ്യ ഉണ്ടെങ്കിലും പോയിട്ട് മുക്തമായിട്ട് അയാളുടെ പലക്കറിയാം. അത് നല്ലൊരു വിഷയമായിട്ട് മാത്രമല്ല, ഞങ്ങളെ അയാളെ ಬಗ್ಗೆ അല്ല, അയാൾക്കുണ്ടല്ല, ഞങ്ങളുടെ സമുദായത്തിൽ എല്ലാവരും അങ്ങനെ ഒരു ഉന്നത ഒരു സ്ഥാനത്തേക്ക് ബണ്ടാരണ്ട് ചൊല്ലുമ്പോൾ സമസ്യങ്ങൾ ഉള്ളമേ ഞങ്ങളെ ഉൾക്ക. അതുകൊണ്ട് ഞങ്ങളെ ഉൾക്ക ഞങ്ങൾ കച്ചാടയിൽ ഭാരി ഉഷാറുള്ള വലിയ
ഒരു മൂന്നക്ഷരത്തെ മೈಕಾಲ್ತ ಹೊರ್ತ ಅವನ ಹಾಕಡೆ ಅಬತಾರ ಕಂಡ್ರೆ ಅವನ ಬಗ್ಗೆ ಅವರು ಪಲಕರೆಗೂ ಆರು ತಯಾರಿಲ್ಲ. ബ്രഹ്മാവർത്തതിരുമേ മുസ്ലിമുകളെ മേലെ എത്തി കെട്ടിയോണ്ടുള്ള ഇനിയിപ്പോ പുത്തൂരതും മുസ്ലിമുകളെ മേലുമേ എത്തി കെട്ടണാണ്ട് ಒಂದು ಡೌಟ್ ഉണ്ട്. അത്ര മുണ്ടുടെങ്കിലും അവന്റെ ಬಗ್ಗೆ പലക്കരേക്കു താക്കത്ത് കാട്ടാൻ എനിക്ക് അത്തെങ്ങ ആറുമില്ല. ഇതെല്ലാം ചിന്തന കൂടെ എനിക്ക് വിഷയമായിട്ട് അല്ലേ ഉസ്താദ്മാരെ. ഇതായിട്ടും അള്ളാഹു ഖൈറാക്കട്ടെ. ബഹിരംഗ ചർച്ചകളും സവാലുകളെ അവസാനിപ്പിച്ചിട്ട് എല്ലാവരും ഒന്ന് ചർച്ച ചെയ്യുന്നെങ്കിലും അത് എന്താക്കൊരു അത് പേഴ്സണലായിട്ട് പോയിട്ട് മീറ്റായിട്ട് പൽക്കറിഞ്ഞിട്ട് പരിഹാരമാക്കിയോളൂ. അത് നല്ല തെരുവായിട്ടിക്കട്ടെ, ഉമ്മത്ത് ഒരു ഇസ്സത്തായിട്ടിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.